വലിയ വിവാദങ്ങൾക്കൊടുവിൽ വനം നിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറിയിരിക്കുകയാണ്. ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന വനം നിയമ ഭേദഗതി നിർദ്ദേശങ്ങൾ സർക്കാർ ഉപേക്ഷിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അറിയിച്ചു. ജനങ്ങളുടെ ആശങ്ക സർക്കാർ ഉൾക്കൊള്ളുന്നു എന്നതിനപ്പുറം PV അൻവറിനും UDF-നും ഇത് രാഷ്ട്രീയ നേട്ടമാകാതിരിക്കാനുള്ള ജാഗ്രതയും യു-ടേണിലൂടെ സർക്കാർ കാണുന്നുണ്ട്. മുൻ നിലമ്പൂർ MLA-യും തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ കോർഡിനേറ്ററുമായ PV അൻവർ രാജി പ്രഖ്യാപിച്ച് ഏറ്റെടുത്ത വിഷയം വനനിയമ ഭേദഗതിയും വന്യമൃഗ ആക്രമണവുമാണ്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF മലയോര സമര പ്രചാരണ ജാഥയുടെ തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാരിന്റെ തന്ത്രപരമായ പിന്മാറ്റം. വനം നിയമ ഭേദഗതിക്കെതിരായ വിവിധ ക്രിസ്ത്യൻ സഭകളുടെ നിലപാടും സർക്കാരിനെ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിച്ചു. LDF-മായി അകന്ന ശേഷം മുഖ്യധാരയിൽ ഇല്ലാതിരുന്ന PV അൻവർ റീ എൻട്രി നടത്തിയത് വന്യജീവി ആക്രമണമെന്ന വിഷയം ഉയർത്തിയാണ്. സ്വന്തം മണ്ഡലത്തിലെ ആദിവാസി യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പ്രതിഷേധം നയിക്കുകയും പിന്നാലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തതോടെ അദ്ദേഹം വീണ്ടും ലൈംലൈറ്റിൽ നിറഞ്ഞു. വന്യജീവി ആക്രമണമെന്ന വിഷയത്തിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെ അൻവർ വനം നിയമ ഭേദഗതിക്കെതിരെയും എല്ലായ്പ്പോഴും സംസാരിച്ചിരുന്നു. അതിരൂക്ഷമായ ഭാഷയിലാണ് അൻവർ സർക്കാരിനെയും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെയും വിമർശിച്ചത്. മലയോര മേഖലയിൽ സ്വാധീനമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ പ്രതികരണം. നിലമ്പൂരിലെ വനം വകുപ്പ് ഓഫീസ് തകർത്ത കേസിൽ ഒരു ദിവസം ജയിലിൽ കിടന്ന ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു അൻവർ ആക്രമണത്തിന് മൂർച്ച കൂട്ടിയത്. ജനങ്ങൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാത്തയാളാണ് വനം മന്ത്രി AK ശശീന്ദ്രനെന്നും അദ്ദേഹത്തെ മാറ്റി ക്രൈസ്തവ സഭാംഗമായ തോമസ് K തോമസിനെ വനം മന്ത്രിയാക്കാത്തത് അദ്ദേഹം മന്ത്രിയായാൽ വനം നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണെന്നും അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു. ക്രൈസ്തവ വിഭാഗമാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്. തോമസ് K തോമസ് മന്ത്രിയായി വന്നാൽ ഭേദഗതിയിൽ ഒപ്പിടുമോ എന്നതും സംശയമായ കാര്യമാണ്. അത്യന്തം അപകടകരമായ ബില്ലാണ് വനം നിയമ ഭേദഗതി എന്നാണ് അൻവർ നേരത്തെ മുതൽ പറയുന്നത്. വനം വകുപ്പിന് അമിതാധികാരം നൽകുന്ന ബില്ലാണിത്. ഇത് നടപ്പായാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ഗുണ്ടകളായി മാറും. മനുഷ്യരെ കുടിയേർക്കാൻ അന്താരാഷ്ട്ര ലോബിയുടെ ഗൂഢാലോചന നടക്കുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ബില്ലിനെ എതിർക്കാത്തത് എന്തുകൊണ്ടാണ്? വിഷയത്തിൽ പ്രതിപക്ഷം ഇടപെടണമെന്നും അൻവർ പറയുന്നു. പ്രതിപക്ഷവും അൻവറും ഒരേ ട്രാക്കിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. നിലമ്പൂർ കേന്ദ്രീകരിച്ചാണ് അൻവറിന്റെ പ്രചാരണമെങ്കിലും കേരളത്തിലെ ഏതാണ്ട് പകുതിയോളം നിയോജക മണ്ഡലങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണിത്. കൂടാതെ നഗരങ്ങളിൽ പോലും കാട്ടുപന്നിയും കുരങ്ങും ഉൾപ്പെടെയുള്ള വന്യജീവികൾ പതിവ് കാഴ്ചയാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് വനം നിയമ ഭേദഗതി പിൻവലിക്കാതിരുന്നാൽ അത് തങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാകും എന്ന ബോധ്യത്തിലേക്ക് സർക്കാരും CPM-ഉം എത്തുന്നത്. വന്യജീവി വിഷയം നേരിട്ട് ബാധിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രതിഷേധ ശബ്ദം അവരുടെ മതമേലധ്യക്ഷരിലൂടെയാണ് കേരളം കേട്ടത്. മലയോര മേഖലയിൽ സ്വാധീനമുള്ള വിവിധ സഭകൾ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയയിൽ നടപ്പാക്കേണ്ട നിയമമാണ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നതെന്നാണ് വനം നിയമ ഭേദഗതിയെ വിമർശിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാപ്ലാനി പറഞ്ഞത്. സംസ്ഥാനത്ത് നിലവിലുള്ളത് ജനാധിപത്യമാണോ ഉദ്യോഗസ്ഥ ഭരണമാണോ എന്ന് സംശയമുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർഷകരുടെ മേൽ കുതിര കയറാനുള്ള ലൈസൻസ് ആണ് നിയമ ഭേദഗതി നൽകുന്നത്. മന്ത്രി ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നും പാംപ്ലാനി പറഞ്ഞിരുന്നു. മുനമ്പം വഖഫ് വിഷയത്തിൽ ഉൾപ്പെടെ നേരത്തെ തന്നെ ക്രൈസ്തവ സഭകൾ പ്രതിഷേധത്തിലാണ്. LDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് വനം നിയമ ഭേദഗതി വിഷയത്തിലെ എതിർപ്പ് നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. വന നിയമ ഭേദഗതി അംഗീകരിച്ച് മുന്നണിയിൽ തുടരുക ജോസ് K മാണി വിഭാഗത്തിനും ആലോചിക്കാനേ കഴിയില്ലായിരുന്നു. സർക്കാർ തീരുമാനം ഏറ്റവും വലിയ ആശ്വാസം നൽകുക കേരള കോൺഗ്രസ് ജോസ് K മാണി വിഭാഗത്തിന് താനും. കൂടാതെ രാഷ്ട്രീയത്തിന് അതീതമായി കർഷക സംഘടനകളും നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിലായിരുന്നു. ഇത്രയും എതിർപ്പുകൾ ഉയർന്ന വേളയിൽ പല്ലും നഖവും ഉപയോഗിച്ച് നിയമ ഭേദഗതി നടപ്പാക്കിയാലത്തെ ആഘാതം ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങിയേക്കില്ല എന്ന ബോധ്യം ഈ തിരുത്തിലേക്ക് നയിച്ചിട്ടുണ്ട്.